എന്നിട്ട് വേറൊന്ന് കേട്ടോ, 53-ാമത്തെ അടുക്ക് താജുൽ ഉലമന്റെ മേലേന്നാണ് വിചാരം. കേട്ടോളൂ, അടുത്ത് പൊട്ടത്തര അടുത്ത് 13 വാദിച്ചു വന്നാൽ, അവകാശവാദങ്ങളേറ്റ് വാദിച്ചു വന്നാൽ എവിടെത്തത് ബഹുമാനപ്പെട്ട താജുൽ ഉലമന്റെ മേലെ, താജുൽ ഉലമന്റെ മേലെ, എല്ലാ ഉസ്താദുമാരും മേലെ ഇത് സ്വന്തം അവകാശപ്പെടുന്നത്, അതാണ് ഏറ്റവും വലിയ തെറ്റ്. ആരാണ് അവകാശപ്പെട്ടത്? താജുൽ ഉലമ ഉസ്താദ് ഒരാളെ ആദരിക്കുന്ന എങ്ങനെയെന്ന് ഇവിടെ വന്നു നോക്ക്. ഇവരൊക്കെ ഒരു മജ്‌ലിസ് കൂടി ആ ശൈത്താനൊന്ന് ഉഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ, ഒരു കൂടി കിട്ടണ്ടേ. താജുൽ ഉലമയുടെ കുട്ടി വന്നാൽ പോലും ആദരിക്കുന്നതൊന്ന് കാരണം. താജുൽ ഉലമയെ ആരാണ് ഇവിടെ നിസ്സാരപ്പെടുത്തിയത്? അത് അൽ ബാബുർ റാബിയാണ്. അങ്ങോട്ട് പോകുന്നില്ല, ഒരു ബാബ. ആ ബാബു ഞാൻ ഇങ്ങോട്ട് തുറപ്പിക്കണ്ട, അത് അവിടെ ഇരിക്കട്ടെ. താജുൽ ഉലമ പങ്കെടുക്കേണ്ട മജ്‌ലിസിലേക്ക് ദുആ ചെയ്യിപ്പിക്കാൻ പോലും പറഞ്ഞയച്ചത് ഉസ്താദ് അവറുകളെയാണ്. ശരിക്കാൻ പറ്റും നിങ്ങൾക്ക്? താജുൽ ഉലമയാണ് വല്ല പവറുള്ള അത്ര വിലക്ക് നോണിയും പറഞ്ഞു നടക്കുക. ഇനി ഞാൻ അതിന്റെ ഒരു രഹസ്യം കൂടി, ഒരു ചെറിയ ഡോസ്, അത് ഒന്നില്ല ഞാൻ പറ്റും. എങ്ങനെ പോലും ഉസ്താദിന്റെ തീരുമാനം എടുത്ത് അതിന്റെ കഥ കേൾക്കണം നിങ്ങൾക്ക്. അത് അൽ ബാബു സാലിസാണ്. അതിന് ഞാന് തൽക്കാലം ഒന്നെടുക്കുകയാണ്. 100 ബാബാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓരോ ബാബ് എടുത്താലും പല കഥ കഷ്ടാണ്. ഞാൻ എന്താ നിങ്ങള് നമ്മളിത് പറഞ്ഞില്ലല്ലോ എവിടെയും. ഈ പ്രശ്നം ഉണ്ടായപ്പോ ആൾക്കാർ കരുതി നമ്മളാ എല്ലാ തെറ്റും ചെയ്തു. എന്നോട് ആയിന്റെ ഒരു ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്കെതിരെ സംഘടന ഒന്നും ചെയ്താൽ നിങ്ങൾ മിണ്ടാൻ പാടില്ല, നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്ത് അത് പറയുമാണോ. അങ്ങനെ ഹുദൈബിയ സന്ധി അന്നുള്ള നിയമം എനിക്ക് തന്നത്. പക്ഷെ അത് പിന്നെ ഫത്ഹായി. അതാ ഇപ്പൊ ഞങ്ങള് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളൊന്ന് പറയട്ടെ, നിങ്ങളൊന്ന് സഹായിച്ചേരി മറുപടി വെച്ചിട്ട് ബാക്കി അൽ ബാബു സാനി ഞാൻ തുറന്നുതരാ. അപ്പൊ തിരിയും. ഇത് ചെറിയൊരു ഡോസ് മാത്രമാണ്, കളി തുടരട്ടെ. അപ്പൊ ജനങ്ങൾ പലരും നമ്മളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ തെറ്റിദ്ധരിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞില്ലല്ലോ, ഓല് പറഞ്ഞ കേൾക്കല്ലേ. ബാബു തുറക്കാൻ അവസരങ്ങളൊന്നും ഉണ്ടാക്കി തരണ്ടേ. എപ്പോഴെങ്കിലും മച്ചക്കൊലത്ത് വന്ന് നന്നായി, ഇനി ഏതായാലും അവിടെ ഇരിക്കട്ടെ, ഇനി ഒന്നുകൂടി വരിങ്ങൾ. അപ്പൊ ബാക്കിയാ പറഞ്ഞുതരാം. അപ്പൊ ഗൂഢാലോചന ഒന്ന് കേട്ടോളൂ. ഗൂഢാലോചന നമ്മളെ ഇത് കണ്ടോള്. ഒന്ന് ഇത് കാലില് ചോപ്പ് മാറിയ ആളാണ്. ജിഷാൻ നിങ്ങൾക്ക് അറിയാലോ, കാലില് ചോപ്പ് മാറിയ ആളാണ്. അപ്പൊ ഓനോട് മണിക്കൂറുകളോട് സംസാരിക്കാൻ മൂപ്പർക്ക് വേണ്ടിയൊന്നുമില്ല. അപ്പൊ മൂപ്പര് ഒരു ദിവസം ചോദിക്കാണ്, നമ്മക്കിപ്പോ ഹാഫിദിനെപ്പ അങ്ങനെ വിടാൻ പറ്റും, അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെളിവൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ്. മൂപ്പര് ഭയങ്കര ബന്ധാണല്ലോ, എന്തെങ്കിലും ഒരു തെളിവൊക്കെ ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഞാന് എന്റെ വീട്ടിൽ വന്നപ്പോ മൂപ്പര് വന്നു എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വഴി ചോദിച്ചു. അങ്ങനെ ചില പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞു. ആ അങ്ങനെ ഉണ്ടായോ മോനെ, കഴിച്ചതായിട്ടോ ഒരു പറയാണ്. വലിയ വലിയ ആൾക്കാരായി പറയണത് കത്ത് മുജാവർക്ക് ചെയ്ത് അങ്ങനത്തെ എനിക്ക് ഉൾക്കൊള്ളാത്തതൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും എഴുതിക്കോ. ഈ കുട്ടിക്ക് ഉൾക്കൊള്ളാത്തത് ഉണ്ടെങ്കിലൊക്കെ എഴുതാ. പിന്നെ ഏന്തിയേട്ട മുസാബറ പൊതിന് എഴുതണം കേട്ടോ. നീ വേണമെങ്കിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്നോടൊന്ന് ചോദിച്ചാളാ, തെറ്റുണ്ട് ഞാൻ പറഞ്ഞുതരാ. കത്ത് ഇതിനു മൂപ്പരന്നെ, വാദി മൂപ്പരന്നെ, പ്രതി മൂപ്പരന്നെ. ഇത് ബാബു താലിസിനുള്ളതാണ്. തൽക്കാലം ഒന്ന് കടർത്താണ്. അത് ബാബു താലിസ് തുറന്നാലെങ്കിൽ ഫുള്ള് അറിയുള്ളൂ. അതുകൊണ്ട് അതിനൊരു ചെറിയ ഡോസ്. നിങ്ങൾ അങ്ങനെ ആളാകണ്ട. ഉസ്താദിനെതിരെ നിങ്ങൾ നടത്തിയ 100 കണക്കിന് ഗൂഢാലോചനകൾ ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഹസദ് വന്നിട്ട് ഞാനീ എന്റെ നാട്ടുകാരെ അടുത്ത ആളുണ്ടല്ലോ, ഇവിടെ വന്ന് പ്രസംഗിച്ച ആൾ, മൂപ്പരെ പിന്നാലെ നടന്ന് ഞാൻ ചോദിച്ചു. ഞാനന്ന് മൂപ്പരെ കൂടെ ഉണ്ടായിരുന്നു. അല്ലോ ഉസ്താദേ, ആ 2 മണിക്കൂറത്തെ ചർച്ച അല്ല കേട്ടോ, വേറെ അത് ഇവിടെ റെക്കോർഡിലാണ്. അല്ല പറഞ്ഞോ, ഇരിക്കട്ടെ. പിന്നെ ഞങ്ങൾ തമ്മിൽ പലപ്പോഴും സംസാരിച്ചപ്പോ ഞാൻ ഇയാളോട് ചോദിച്ചു, അല്ല ഉസ്താദേ, ഹാഫിദ് ഉസ്താദിന് എന്താ കുഴപ്പം നിങ്ങളൊന്ന് പറഞ്ഞാ. അവനോട് പറഞ്ഞു, മോനെ 2 കുഴപ്പമുണ്ട്. ഒന്നേതാ, മൂപ്പര് ബെറിനോടത്തൊക്കെ ഭയങ്കര ജനാണ്, അതാ ഒരു കുഴപ്പം. അസൂയ ഉണ്ടായിട്ട് കാര്യമില്ല മക്കളെ, അത് അള്ള കൊടുക്കണ. ഹാഫിദ് ഉസ്താദ് അവിടെ നിന്ന് ദുആക്ക് വരട്ടെ, നിങ്ങൾ കുല്ലു ഹജ്മ വരി, ഇത് നോക്കാൻ വെക്കൽ അല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞതാണെന്ത്, മൂപ്പര് ബെറിനോടത്ത് ആള് കൂടാണ്. അത് മൂപ്പര് കുഴപ്പമില്ല, ആൾക്കാരെ കുഴപ്പ. ആൾക്കാർ കൂടുന്ന ആൾക്കാരോടല്ലേ വരണ്ടി. ഒന്ന് പിന്നെ എന്താ കുഴപ്പം? പിന്നെ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോ ഭാവിയിൽ മൂപ്പര് എന്താ ആവുക നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ തന്നെ എതിർത്താണ്, നേരെ നോക്കി വെടിവെക്കുന്ന എതിർപ്പാ. ഞാൻ ചോദിച്ചല്ലോ ഉസ്താദേ, അങ്ങനെയാണെങ്കിൽ പിന്നെ SYSന്റെ പ്രസിഡന്റ് മരിച്ചതിന് ശേഷമല്ലേ ആക്കാൻ പറ്റുള്ളൂ. കാരണം എന്താവുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. കോലത്തിലാവണേ നമ്മൾ അറിയോ. അപ്പൊ ഈ ജാതി പൊട്ട പോയത്തങ്ങളെ ഉള്ളൂ. എന്നിട്ട് ഈ പറഞ്ഞ ആളുകളെയൊക്കെ വിളിച്ചിട്ട് തെളിവുണ്ടാക്കുക.
ഒരാൾ പറഞ്ഞപ്പോഴേക്ക് ആ കിട്ടി ചാടി ഒരു ചെറിയ ഒന്ന് കണ്ടോളൂ. ഗൂഢാലോചനയുടെ ഒരു മുഷാവറയ്ക്ക് കത്തെഴുതാൻ പറയുന്നതും ഒരു ദീർഘമാണ്, ഒരു ചെറിയ ഭാഗം ഒന്ന് കൽപ്പിച്ചു. അതിലൊരു പണിയുണ്ട്. ഞാന് പിന്നെ മുഷാവറക്കായിട്ട് കത്തിരണല്ലോ ഉസ്താദിന്റെ പേരിൽ തരണോ? മുഷാവർക്ക്. അപ്പൊ ആരെടുത്ത് എത്തിക്കേണ്ടത്? അത് കോഴിക്കോട് എല്ലാവരും നമ്മുടെ ഓഫീസിൽ എത്തിയാൽ മതി. ഓഫീസ് സെക്രട്ടറി കേന്ദ്ര മുഷാവറക്കാരുണ്ട്. അത് ശരി. ഇതിപ്പോ മുഷാവറപ്പ ഡേറ്റ് എപ്പോ പറഞ്ഞേ? 7-ാം തീയതി. 7-ാം തീയതി അല്ലേ? 29 ഉസ്താദ് ഇപ്പൊ സപ്പോർട്ട് തന്നെയാന്ന് എനിക്ക് തോന്നുന്നല്ലേ ഉസ്താദ്? ഒരു മൗനാണ്. അല്ല, കാരണം വെച്ചാൽ ഇപ്പൊ നടന്ന പരിപാടികളിലും ഊപ്പറാണല്ലോ കാര്യമൊക്കെ. ഏതായാലും ഇൻഷാ അല്ലാഹ്. പിന്നെ ഉസ്താദിന് ഒരു കളായ വിഷയം ഉണ്ടല്ലോ, അതെപ്പോ ഉസ്താദ് വരിക? ഞാൻ കല്യാണം നിക്കാന് ഉച്ചതായിട്ട് കയറാൻ പറ്റില്ല. ഒന്ന് വീട്ടിലൊന്ന് ദ്വാരന്നിട്ട് പോയിക്കൂടെ? ഏത് എന്റെ ക്ഷീണമെന്ന് മാറിട്ടാണ്. ഈ ജലദോഷം പനിയെല്ലാം കൂടെ എന്റെ കഴിഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ. ഇനിയിപ്പോ അടുത്ത് കണ്ണൂരൊക്കെ വല്ല തളിപ്പ് കണ്ണൂർ ഭാഗത്തേക്കുള്ള പരിപാടി ഉണ്ടോ? തലശ്ശേരി കണ്ണൂരായിട്ടും പെരുന്നാളിന് മുമ്പ് എന്തോ ഒരു പരിപാടി ഇല്ലാ ഭാഗത്ത്. ഇൻഷാ അല്ലാഹ്. എന്നാ നോക്കിട്ട് വിളിക്കാം. ഈ കത്ത് ഞാൻ എഴുതിയിട്ട് ഉസ്താദിനെ വിളിക്കാം. അതിൽ ഇത് മാത്രം കൊടുത്താൽ മതി? ഉസ്താദിലെ വേറെന്താ വെക്കണം? പിന്നെ ഈ കുത്തുബുൽ ആലത്തിന്റെ വിഷയം മാത്രമായി അല്ലെങ്കിൽ മൊത്തം? അത് മാത്രമല്ല, ഞങ്ങളെ വീട്ടിൽ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് വീട്ടിൽ വന്നു സർവക്കാൻ നീക്കി കളഞ്ഞു വന്നു. അതൊക്കെ വരണം. അതെ ഇൻഷാ. എന്നാ പിന്നെ നല്ല ചെയ്യാത്ത പലതുമായ പറഞ്ഞിരിക്കണറിയാം. അതെ. അല്ല അത് സത്യമാണ്. മൂപ്പര് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പറയും ഞാൻ മഹാന്മാരോട് ചോദിച്ചോക്കട്ടെ എന്ന് പറയും. ഏതെങ്കിലും മഹാന്മാരെന്ന് എനിക്കൊരു മനസ്സിലായില്ല. രണ്ടാക്കും തിരിയില്ല. അത് തിരിയണമെങ്കിൽ ഉസ്താദിന്റെ സ്ഥാനത്തെത്തണം. നിങ്ങൾക്ക് എന്ത് മഹാന്മാർ? അപ്പൊ കണ്ടെങ്കിൽ ഗൂഢാലോചന ഏത് കത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതൊക്കെ എഴുതിക്കോ. ഒരു നാടിനോട് അങ്ങനെ പറയാൻ പറ്റുമോ? ഈ ഗൂഢാലോചന പൊടിയൂലേ? മഹ്ശറയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങളും വരൂലേ, ഞങ്ങളും വരൂലേ, ഉസ്താദും വരൂലേ, എല്ലാരും വരും. ചോദ്യം വരൂലേ? എവിടെ അന്ന് മറുപടി പറയേണ്ടി വരൂലേ? അതുകൊണ്ട് ജനങ്ങളോട് ഒറ്റ കാര്യം കൂടി പറയാം. ഈ മൂപ്പര് വേറെ ഒരു ശൈഖിനെ കുറിച്ച് അറിഞ്ഞപ്പോ ഇയാൾ ഒരു സംശയം വേറൊരു ക്ലാസ്സിൽ ചോദിക്കുകയാണ്. അപ്പോ അമ്മ ഇലേരി പറയാണ്, ഞങ്ങൾ മലപ്പുറത്തുകാരാണ്, അവിടെയുള്ള ശൈഖിനെ കുറിച്ച് കാസർഗോട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കും, ഞങ്ങളാ പറയേണ്ടത്. ഏത് ഒരു ശൈഖിനെ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് പറയുമ്പോ ആ നാട്ടേര് പറയണം. ആ ഒരു പോയിന്റിന് മൂപ്പർ എത്തുകയാണ്. അതൊന്ന് ശരിക്കും കേട്ടോളൂ. മൂപ്പർക്ക് ഓരോ സ്ഥലത്തും ഓരോ നിയമം. കാസർഗോഡ് വന്നപ്പോ വേറെ നിയമമാണ്, ഇവിടെ വന്നപ്പോ മലപ്പുറത്തേരാളാണ് ഇവിടെ വന്നിട്ട് ഉസ്താദിനെ പറയേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു പ്രശ്നമില്ല, സംഘാടകർക്കില്ല, ആർക്കില്ല, എല്ലാവർക്കും ഉസ്താദിനെ അറിയാം. ഇന്നും ഞങ്ങൾ ചോദിച്ചു ഉത്തരല്ല. നോക്ക്, അതുകൊണ്ട് ഒരു കാര്യം കിട്ടിട്ടോ, ആളുകൾക്കൊക്കെ ഉസ്താദെന്ന് അറിയാനും ബന്ധപ്പെടാനും മജ്‌ലിസിലൊക്കെ ഒന്ന് പങ്കിടും. ആഖിറം നന്നാക്കാണ്ട് ഒന്ന് വരി. അവിടെ ഒരു തൊരീക്കത്തും ഒന്നും കാണാൻ പറ്റില്ല. നല്ല ഉപദേശം, നല്ല ദുആ, ആളുകൾക്ക് ഇജാബത്ത് കിട്ടുന്നുണ്ട്, അനുഭവം കിട്ടും. ഉസ്താദ് പറഞ്ഞിട്ടില്ല, അനുഭവിച്ചവർ പറയാണ്. അതിന് അസൂയായിട്ട് കാര്യമില്ല. അത് ഒരു പറഞ്ഞോട്ടെ, ഉസ്താദിന് അങ്ങനെ ഒരു വാദമില്ല. അതേ സമയത്ത് ആളുകൾ അതുകൊണ്ട് ഉപകരിക്കുന്നുണ്ട് ആളുകൾക്ക്. അൽഹംദുലില്ലാഹ്. അതാ ഞാൻ പറഞ്ഞത്, അതിലിവിടെ ഒരു ഗ്രൂപ്പുമില്ല. ഉസ്താദ് ഒറ്റ കാര്യം നോക്കൂ, റസൂലുള്ളാഹി തങ്ങളുടെ ആ സുന്നത്ത് ജമാഅത്തിനാണോ എന്ന് നോക്കൂ, വഹാബിനോട് വെറുക്കുന്നവനാണോ എന്ന് നോക്കൂ. അതാ ഉസ്താദിന്റെ നോട്ടം. മാത്രമല്ല ഹബീബായ തങ്ങളുടെ ഷഹർ മുബാറക് അടക്കമുള്ള കാര്യങ്ങളിൽ തെറ്റിദ്ധാരണ വരാത്തവരാണോ എന്ന് നോക്കൂ. അതാ ഉസ്താദിന്റെ നോട്ടം. ആ നോട്ടത്തിൽ യോജിക്കുന്ന എല്ലാവർക്കും ഉസ്താദ് അവരുടെ ഈ സംഘല്യം തേങ്ങാക്കൊലിയും പറഞ്ഞ് കാലം കഴിഞ്ഞാൽ ഒരാളും വരൂലട്ടോ ഒന്ന് പൊട്ടിക്കരയാൻ. സഹോദരങ്ങളെ, ഈ നുണയും പറഞ്ഞു നടന്നാൽ ഇപ്പൊ സംഭവം ഞങ്ങളോട് തുറന്നാണ് പറഞ്ഞുതരാം. ഇതെന്താ അതിന്റെ രഹസ്യങ്ങള്? ഈ മജ്‌ലിസിനും ദുആക്കൊക്കെ വന്ന ബൽക്ക് നോട്ടീസ് ഒട്ടിക്ക് ആളെ കിട്ടൂല, അതേ ഉള്ളൂ അതിന്റെ പിന്നിൽ. അതിന് ആളുകൾക്ക് കിട്ടുന്നത് നിങ്ങൾ മുടക്കണോ? അതാണ് നിന്റെ രഹസ്യം. അതെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഉസ്താദിന് കുഴപ്പമുണ്ടെന്ന് ഇവിടെ 2-4 മണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞോ ഈ നുണകളല്ലാതെ? ഇപ്പൊ ഞാൻ തുടക്കത്തിൽ ചോദിച്ചു, ആരെണ്ണീ പറയും? പറഞ്ഞോ? പറഞ്ഞില്ല. പറയാൻ കഴിയൂല എന്ന് ഞങ്ങൾക്കറിയാം. ഇനി കേട്ടോ, നാട്ടുകാരാ പറയേണ്ടെന്ന് അവർ പറയും. ഇങ്ങോട്ടൊന്ന് പോകുന്നുണ്ട് അയാളെ സംബന്ധിച്ചിട്ടുള്ള അത് വേറൊരു ജാഹില്.
അല്ലേ സാഹിബുൽ ബൈത്തി അതിറാന്നല്ലേ മലപ്പുറത്തേരോട് ചോദിക്കുക ആദ്യം. നിങ്ങൾ ഇവിടുന്ന് കൂടിയാണ് വരില്ല. മലപ്പുറത്ത് ജീവിക്കുന്നവരാ ഞങ്ങളൊക്കെ. എനിക്കറിയാം ബഷീറുദ്ദീനെ. ഒരു നിലക്കും ഞങ്ങളെ നാട്ടിലോ അയൽ നാടുകളിലോ ഒരംഗീകാരമില്ലാത്ത ആള് പോലെ വടക്കൊന്നും കുറെ ആൾക്കാർ വരുന്നത്, തെക്കൊന്നും കുറെ ആൾക്കാർ വരുന്നത്. ഇതൊക്കെ റിക്രൂട്ട്മെന്റ് നടത്താൻ ചില ആളുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ എവിടെയൊക്കെ ഈ ആളുകൾ വരാൻ കാരണം. ഇതല്ല ഒരു ശൈഖുമല്ല, അയാൾ ഒലിയുമല്ല. അപ്പോ ആ പോയിന്റ് പിടിച്ചതാ ഞാൻ. അതായത് ഞങ്ങളെ ഇത് കാസർഗോഡ് പരിപാടി, ഞങ്ങളെ മലപ്പുറത്തുള്ളവരാണ് പറയേണ്ടത് ഞങ്ങളാണ്. ഞാനിവിടെയും പറയുന്നു, കുരുവട്ടൂരിലുള്ള ഉസ്താദിനെ കുറിച്ച് പറയേണ്ടത് ഈ നാട്ടുകാരാണ്. അവർക്കറിയാം ഉസ്താദിനെ. അത് വേറൊരാൾ ഇങ്ങോട്ട് ഹിജ്റ വന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഞങ്ങൾക്കതിലൊരു വാശിയില്ല. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലേ ഇവിടെ നിന്ന് പറഞ്ഞത്, ഉസ്താദെ ശരീഅത്തിന്റെ ഇന്ന നിയമത്തിന് ഉസ്താദ് എതിരാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയും, ഞാൻ ഇന്നു മുതൽ ബന്ധപ്പെടൂല എന്ന് പറയും. പക്ഷേ അത് കിബിരീത്തുൽ അഹ്മറൊന്നല്ല, മുഹാലാണത്. അതാ ഞങ്ങൾ ഇത്രയും ധൈര്യത്തിൽ വിളിക്കുന്നത്. ഞങ്ങൾ ഇവരെ പിന്നാലെ നടന്ന് ചോദിച്ചിട്ടുണ്ട്. പലരോടും ഞങ്ങൾ പറഞ്ഞു, ഹാഫിദ് ഉസ്താദിനെ ഞങ്ങൾ എത്തിച്ചേരാ, നിങ്ങളൊന്ന് ചോദിക്കി. ഉസ്താദ് ഇത്രത്തോളം പറഞ്ഞു. ഇനി അതും കൂടി നിങ്ങൾ കേട്ടോളൂ. ഈ ഉലമാക്കൾ എല്ലാരും കൂടി ചേർന്ന് എന്നോട് പറയാണ്, ഹാഫിദ് ഉസ്താദ് എന്നോട് പറഞ്ഞ ഈ ഉലമാക്കളെല്ലാം കൂടി ഇന്നെ വിളിച്ചിട്ട് പറയാണടാ ഹക്കീമേ, എന്റെ അടുത്ത് ഇന്ന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ തൗബ ചെയ്ത് മടങ്ങാൻ ഞാൻ തയ്യാറാണ്. ഇത്രയേറെ പറഞ്ഞ ഒരാളെ കുതിര കയറാമെന്ന് നിങ്ങൾക്ക് വല്ല വ്യാമോഹം ഉണ്ടെങ്കിൽ ഈ ഭൂലോകത്ത് നടക്കുന്ന കാര്യമല്ലാതെ ഇതിലപ്പുറം എന്താ പറയണ്ടി? അത്രയും താഴ്ന്ന ഇപ്പോഴും അത് പറയാണ്. നിങ്ങൾ വരി ഇന്ന മെമ്പർഷിപ്പുള്ള ആളല്ലേ. അപ്പൊ ഒരാൾക്ക് നിങ്ങൾ ഈ രാഷ്ട്രീയ സംഘടനയാണെങ്കിൽ എന്താ ചെയ്യാ? ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ ഒരു ഇത് കൊടുക്കൊരു വിശദീകരണം തേടൂലേ? വിശദീകരണം തേടിയിട്ട് അയാളെ വിശദീകരണം തൃപ്തിയല്ലെങ്കിലല്ലേ കേസെടുക്കുക, അത് നിയമം എടുക്കുക. ഹാഫിദ് ഉസ്താദ് SYSന്റെ മെമ്പറായിരിക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വസ്വാസം ഉണ്ടെങ്കിൽ ഉസ്താദിനെ വിളിച്ചു വരുത്തിയിട്ടൊന്ന് ചോദിക്കണ്ടേ? ചോദിച്ചിട്ട് തെറ്റ് പറഞ്ഞിട്ട് ഉസ്താദ് ന്യായീകരിച്ചാലല്ലേ ഉസ്താദിനത് പറയേണ്ടതുള്ളൂ. ഇത്രയേറെ താഴ്ന്നു തന്നപ്പോ നിങ്ങൾ മുകളിൽ കയറി. നിങ്ങൾക്ക് തോന്നി ഈ രാജ്യം മുഴുവനും ഞങ്ങളുടെ കയ്യിലാണ്. നാം മനസ്സിലാക്കിക്കോ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മഹാന്മാരായ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളുടെ നോട്ടമുണ്ടെങ്കിൽ ഞങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഇനി ദുനിയാവിൽ പരാജയപ്പെട്ടാൽ എന്താണ്? ഞങ്ങൾ ആഗ്രഹിക്കുന്നു ശൈഖുനാ ഖുത്ബുൽ ആലം മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആളുകളായി ഞങ്ങളെ വിളിക്കപ്പെടണം. അതേ മമ്പുറന്തങ്ങളെ ആളുകളായി വിളിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം. പിന്നൊരാള് പറഞ്ഞു ഉദ്ഘാടനം ചെയ്തപ്പോ, ഇവിടെ ഒരാളുണ്ട് മൂപ്പരി ത്വരീഖത്തോ എന്തോന്നും നിനക്കറിയില്ല, എന്താ നിങ്ങൾ പോണ്ട, എന്നാ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. അത് മനസ്സിലായിക്കോളൂ. പിന്നെ വേറെ വിശദീകരണം, സംശയം ഉണ്ടെങ്കിൽ പോകാതിരിക്കല്ലേ വേണ്ടത്, അല്ലേ? ഇസ്തിയാസ ചെയ്യാൻ വഹാബിക്ക് സംശയമുണ്ട്, നിർത്തിക്കോ. നിസ്കാരം 5-ാം നിലയിൽ ചേകനൂന്നി സംശയമുണ്ട്. കണ്ട സംശയത്തിനൊക്കെ വില കൊടുക്കുക. സംശയമുണ്ടെങ്കിൽ കാരണം പറ. ആ കാരണം പറയാത്ത കാലത്തോളം നിങ്ങൾ എന്ത് വയനാറോട് കാര്യമില്ല. ഷാവറൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ പിന്നെ എത്ര ആൾക്കൂടെ ഷാവറുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അത് ലോകത്തിൽ എല്ലാവരും അംഗീകരിക്കണം. ഇപ്പൊ 90 ലക്ഷത്തോളം വരുന്ന മുഅ്മിനീങ്ങൾ, കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ, അവരൊക്കെ ഈ വിഷയം മനസ്സിലാക്കണമെങ്കിൽ കാര്യം എല്ലാരെ കുറിച്ച് തീരുമാനിച്ചപ്പോൾ അത് പറഞ്ഞു കൊടുത്തല്ലോ. തബ്ലീഗ് തെറ്റാന്ന് പറഞ്ഞു നമ്മൾ കാരണം പറഞ്ഞു കൊടുത്തു. ഖാദിയാനി കാഫിറാന്ന് പറഞ്ഞു കാരണം പറഞ്ഞു കൊടുത്തു. എണ്ണി കൃത്യമായി രേഖ അടക്കം. എന്തേ ഇവിടെ ഇല്ലാത്തത്? എന്തേ ഇവിടെ മാത്രം അതില്ലാത്തത്? അതുണ്ടാവൂല, അത് നിങ്ങൾക്ക് പറയാൻ കഴിയൂല. അത് ഇവിടെ നിങ്ങൾ സമ്മേളനം വെച്ചപ്പോഴും മനസ്സിലായി, ഒന്നുകൂടി മനസ്സിലായി. അതുകൊണ്ട് ഇതിൽ വാശിയില്ല. ജനങ്ങളെ
ഈമാനാണ് ഏറ്റവും പ്രധാനം. അതിന്റെ നല്ല ഉപദേശങ്ങൾക്ക് വേണ്ടി കാതോർക്കുക. ആ ഉപദേശങ്ങൾ വരുമ്പോൾ അതിൽ വലിയ ഫലങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഹൃദയത്തിൽ ധാരാളമായി ഇങ്ങനെ അല്ലാഹുവിനെ കുറിച്ചുള്ള ആ ഒരു തോന്നൽ വരും, ഖബറിനെ കുറിച്ചുള്ള ചിന്ത വരും. അതാവിടെ ആവശ്യം. അതിനുവേണ്ടി നമ്മൾ എല്ലാ പണ്ഡിതന്മാരെയും ആദരിച്ച് എല്ലാവരും ഒന്നായി സുന്നത്ത് ജമാഅത്ത് പറയുന്ന ഒരു റൂട്ടിൽ വരിക. അത് വന്നാൽ അൽഹംദുലില്ലാഹ് ഈ പറഞ്ഞ കറാമത്ത് മുഴുവനും നമുക്ക് അംഗീകരിക്കാൻ പറ്റും. സംസാരിച്ചു വന്നാല് അതൊന്നും വലിയ സംഭവിച്ചങ്ങൾ കൂട്ടേണ്ട മക്കളെ. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ വലിയ മഹാനല്ലേ? അവരെ സ്മരണീയങ്ങളൊന്നും എടുത്തോക്ക്. സമസ്ത ഇറക്കിയ സ്മരണിക അതിൽ കാണാം. ഏർവാടിയിൽ ചെന്നു ശൈഖുനാ ഇ.കെ. ശംസുൽ ഉലമ ഉസ്താദ് അവറുകൾ ഏർവാടിയിലെ കാട്ടുപള്ളിയിൽ ചെന്നപ്പോ അതാ മഖ്ബറയിലേക്ക് അങ്ങ് കടക്കുമ്പോ മഹാൻ സലാമടക്കാണ്. വഅലൈക്കുമുസ്സലാം. കൂടെയുള്ളവര് സലാമടക്കില്ല. ശൈഖുന ചോദിച്ചു, എന്താണ് നിങ്ങളാരും സലാമടക്കാത്തത്? ഉസ്താദേ, ഞങ്ങൾ സലാം കേട്ടിട്ടില്ലല്ലോ. ഇ.കെയുടെ ചോദ്യം, പിന്നെ നിങ്ങൾ നാട് കണ്ടാൻ വന്നതാണെടോ? ഖബറാകത്തിന്ന് സലാമീനെ കേട്ടോവാർ, ഖബറാകത്തുള്ളവരോടു മൊഴിന്തോവാർ. ഖബറാകത്തുസ്താദേ ഖബറുങ്ങളിൽ നിന്നത് നീക്കിച്ച് വച്ചോർ കുഫിയാകത്തുള്ള കൽഭാഗം വന്നോർ ചൊല്ലി എന്റെ പകരാണോ? നിങ്ങൾ 100 കൊല്ലം തപസ്സിരുന്നിട്ട് കാര്യമുണ്ടോ? വേദിമാരൊക്കെ അങ്ങനെ പാടല് ഞാൻ പഠിപ്പിച്ചു തരും. അതാണ്, അതിങ്ങനെ അനുഭവിച്ചു പഠിക്കും ഏത് സാധാരണക്കാരൻ. അത് അനുഭവത്തിൽ പഠിക്കണം. ആ സൂയും കിബറൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാന്റെ മാർഗത്തിൽ വാ. എന്നിട്ട് ഞമ്മക്ക് ഒന്നിച്ച് എല്ലാവർക്കും കൂടി ഒന്നിരിക്കും. ഈ പ്രശ്നം പറഞ്ഞു തീർക്കാനേ ഉള്ളൂ. അതൊന്ന് പറഞ്ഞു തീർത്ത് ഇത്തരം തടസ്സമുള്ള ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മാറ്റിവെക്കുക. എന്നിട്ട് ഞമ്മക്ക് സുന്നത്ത് ജമാഅത്തിലൊന്ന് ഒന്നിക്കുക. ഇൻഷാ അല്ലാഹ് മഹാന്മാര് വഫാത്തായ പോലെ, ശൈഖുനാ മടവൂർ വഫാത്തായ പോലെ, ഖുത്ബുൽ ആലം മടവൂർ ജീവിച്ച പോലെ നമുക്കൊന്ന് ജീവിക്കണം. എന്താണ് അവിടുത്തെ പ്രത്യേകത? മടവൂരിൽ വന്നു ചോദിച്ചു ശൈഖുനാ മടവൂർ, ഇതാരെ വീടാണ്? അപ്പൊ പറഞ്ഞു കൊടുത്തു, ഇന്നാളെ വീടാണ്. ചോദിച്ചു, ഇതാരെ വീടാണ്? അതിന്നാളെ വീടാണ്. എല്ലാ വീടും പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ പറഞ്ഞു, ഈ വീട് ആരാണ്? അപ്പൊ പറഞ്ഞു, ഇന്നാളുണ്ടാ. അവനെ എനിക്കറിയില്ല. ശൈഖുനായുടെ മറുപടി പിന്നെയും ചോദിച്ചു. അപ്പോഴും മറുപടി പറഞ്ഞു, ഇന്നാള് ഇന്നാളെ മകൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. മനസ്സിലായില്ല. അവസാനം ശൈഖുനാ മടവൂർ പറഞ്ഞു, ഖുത്ബുൽ ആലം മടവൂർ പറഞ്ഞു, അവരുമായി നമുക്ക് ബന്ധമില്ല, അവരുമായി ബന്ധമുള്ളവരോടും ബന്ധമില്ല. വഹാബിയോടാണത്. ഇതാ മടവൂരിന്റെ ത്വരീഖത്ത് പഠിച്ചോ? മടവൂരിന്റെ ത്വരീഖത്ത് വഹാബിനോട് കടുത്ത ദേഷ്യം, സ്നേഹ സംവാദം അവിടെ ഇല്ല, മജ്ലിസിൽ ഇരിക്കലില്ല. അത് അൽ ബാബു സാദിസാണ്. അങ്ങോട്ട് ഇപ്പൊ പോണില്ല. സഹോദരങ്ങളെ, വഹാബിന്റെ കൂടെ ഇരിക്കലില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ടും ഒരാൾക്കും വരാൻ കഴിഞ്ഞില്ല. ശൈഖുനാ മടവൂർ പഠിപ്പിച്ചു കൊടുത്ത കാര്യം അതാണ് ഉസ്താദ് അവർകൾ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വഹാബിനോട് കടുത്ത ദേഷ്യം, ഇത് നമ്മളെ അജണ്ടയാണ്. അത് വ്യക്തിപരമായ വൈരാഗ്യമല്ല. അതാണ് ഇവിടെ ഒന്നാമത്തെ ഷർത്ത്. ഉസ്താദിന്റെ മജ്ലിസിൽ ഇരിക്കണമെങ്കിൽ, ഉസ്താദിന്റെ കൂടെ നടക്കണമെങ്കിൽ ഒറ്റടിമേന്തേ ഉള്ളൂ. വഹാബിനോട് എതിർപ്പ് വേണം, ജമാഅത്തെ ഇസ്ലാമിയോട് എതിർപ്പ് വേണം. ആദർശ മുന്നേറ്റ പരിപാടിക്ക് പോകുമ്പോ പാവപ്പെട്ട എന്നോട് എന്റെ ഉസ്താദിന്റെ ഒരേ ഒരു ഉപദേശം, മോനെ വഹാബിയോടുള്ള ആ ബന്ധം പറയാതെ പ്രസംഗം നിർത്തരുത് കേട്ടോ. ഇത്രയേറെ ഈ വിഷയത്തിൽ വലിയ കർശനമായ ബോധം. മൻ അഹബ്ബ സാഹിബ ബിദ്അത്തിൻ, പുത്തൻവാദിയെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവന് സലാം പറഞ്ഞാൽ
അവന്റെ കൂടെ പോയിരുന്നാൽ അതേ അഹ്ബത്തുല്ലാഹു അമലഹു, അല്ലാഹു അവന്റെ അമല് പൊളിച്ചു കളയുകയാണ്. മാത്രമല്ല വഅഖ്റജ നൂറൽ ഇസ്ലാമി മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്നതാ ഈമാനാകുന്ന നൂറിനെ അല്ലാഹ് എടുത്തു കളയും കേട്ടോ. അതുകൊണ്ട് തന്നെ ആദർശ മുന്നേറ്റത്തിന് വന്ന മാന്യ മുഅ്മിനീങ്ങളെ, ഇതിന്റെ സന്ദേശം ഇതാണ്. ഒരു വഹാബിയോടും നമുക്ക് ബന്ധം വേണ്ട. വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും, നമ്മുടെ ആയത്തുകളെ പരിഹസിക്കുന്നവർ, കളിയാക്കുന്നവർ, തെറ്റിദ്ധരിപ്പിക്കുന്നവർ, പുത്തൻവാദികൾ, അവരുമായി നിങ്ങൾക്ക് ബന്ധം വേണ്ട. ഫഇമ്മാ യുൻസിയന്നക ശൈത്വാനു ഫലാ തഖഉദു ബഅദ ദിക്റാ, അഥവാ അറിയാതെ ഇരുന്നു പോയാൽ എഴുന്നേറ്റ് പോരണം മോനെ, ഓർമ്മ വന്നാൽ. ഇത് ഖുർആനിന്റെ കൽപ്പനയാണ്. ഈമാൻ വലിയ വിലപിടിപ്പുള്ള സംഗതിയാണ്. ഈ ശരീരമൊക്കെ നശിച്ചാലും ഈമാൻ നശിക്കാൻ പാടില്ല. അതേ സഹോദരങ്ങളെ, ആത്മാവ് നശിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വഹാബിയോടുള്ള കടുത്ത ദേഷ്യമാണ് ഉസ്താദ് അവരുടെ ഒന്നാമത്തെ നയം. അതുപോലെ ഷഹർ മുബാറക്കിനോടുള്ള ആദരവ്, അതിനെ നിസ്സാരമാക്കുന്നവരോടുള്ള വെറുപ്പ്, ഇതൊക്കെ ഉസ്താദിന്റെ അടിസ്ഥാന നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ ചരിത്രം കൂടി പറഞ്ഞ് ചോദ്യകർത്താക്കൾ